നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അതിരുവിട്ട സാഹസികത അത് പലപ്പോഴും അപകടമാണ് വിളിച്ചു വരുത്താറുള്ളത്. പലപ്പോഴും ഇത്തരത്തിൽ സാഹസികതയ്ക്ക് വേണ്ടിയിട്ട് ഒഴുകുന്ന പുഴയിലേക്കോ അല്ലെങ്കിൽ ഉയരമുള്ള സ്ഥലത്തു നിന്നോ ചാടുകയോ മറ്റോ ചെയ്തിട്ട് മരണം വരെ സംഭവിച്ചിട്ടുള്ള നിരവധി സംഭവങ്ങൾ നമുക്ക് മുൻപിലുണ്ട്. വീഡിയോ എടുത്ത് അത് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് വൈറലാക്കാൻ വേണ്ടിയിട്ടും പലരും പല സാഹസികതകൾ, അതായത് സ്വന്തം ജീവൻ വരെ പണയപ്പെടുത്തി പല സാഹസികതകൾക്കും മുതിരാൻ ഇന്ന് പലർക്കും മടിയില്ല എന്നുള്ളതാണ്. ഏതായാലും ഇപ്പോൾ വീട്ടുകാരെയും പോലീസിനെയും മണിക്കൂറുകളോളം മുൾമുനയിൽ നിർത്തിയ 3 സ്കൂൾ വിദ്യാർത്ഥികളെ ഒടുവിൽ വയനാട്ടിലെ വനമേഖലയിൽ നിന്നും കണ്ടെത്തിയിരിക്കുകയാണ്. ഈ കുട്ടികളെ 3 പേരെ കാണാതായത് മുതൽ തന്നെ വാർത്തകൾ വളരെ വേഗത്തിലാണ് പ്രചരിച്ചത്. കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിൽ അപകടം സംഭവിച്ചോ, കുട്ടികളെ ആരെങ്കിലും അപായപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയോ തുടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള ആശങ്കകൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. കോഴിക്കോട് താമരശ്ശേരി സ്വദേശികളായ 10ാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയും +1, +2 ക്ലാസ്സുകളിൽ പഠിക്കുന്ന 2 വിദ്യാർത്ഥികളുമാണ് ഇപ്പോൾ വനത്തിൽ ദിവസങ്ങളോളം ക്യാമ്പ് ചെയ്ത് കഴിയാൻ പദ്ധതിയിട്ട് വീട്ടിൽ നിന്നും ഒളിച്ചോടിയത്. ഒടുവിൽ 3 പേരും സുരക്ഷിതരായി തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. വെള്ളിയാഴ്ച രാത്രി നാട്ടുകാരുടെയും പോലീസിന്റെയും സംയുക്ത തിരച്ചിലൊടുവിലാണ് നാടകീയ രംഗങ്ങൾക്ക് ഒടുവിൽ 3 പേരെയും കണ്ടെത്തിയത്. സംഭവം നടക്കുന്നത് വ്യാഴാഴ്ച രാവിലെയാണ്. പതിവ് പോലെ സ്കൂളിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞാണ് 15-കാരി വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. സാധാരണ പോലെ ബാഗൊക്കെ എടുത്ത് ഭക്ഷണമൊക്കെ ആയിട്ട് പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി. എന്നാൽ ക്ലാസ് ആരംഭിച്ചിട്ടും കുട്ടി സ്കൂളിലെത്തിയില്ല. ഇതോടെ അധ്യാപകർ വീട്ടിൽ വിവരം അറിയിച്ചു. കുട്ടി രാവിലെ സ്കൂളിലേക്ക് ഇറങ്ങിയതാണെന്ന് വീട്ടുകാരും. ഒടുവിൽ ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ ആരംഭിച്ചു. കുട്ടി പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലെല്ലാം തന്നെ തിരച്ചിൽ നടത്തി. ഇതിനിടെയാണ് സ്കൂളിന് സമീപത്തെ ഒരു റബ്ബർ തോട്ടത്തിൽ നിന്നും കുട്ടിയുടെ സ്കൂൾ യൂണിഫോം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇത് കൂടുതൽ ആശങ്ക ചെലുത്തി. ഇതോടെയാണ് അതേ സ്കൂളിലെ +2 വിദ്യാർത്ഥിയെയും മറ്റൊരു +1 വിദ്യാർത്ഥിയെയും കാണാനില്ലെന്ന വിവരവും പുറത്തു വരുന്നത്. അതായത് ഒരേ ദിവസം ഒരേ സമയം 3 പേരെ സ്കൂളിൽ നിന്ന് കാണാതാകുന്നു. ഇവർ ഉപയോഗിച്ചിരുന്ന 2 ഇരുചക്ര വാഹനങ്ങളും അപ്രത്യക്ഷമായിരുന്നു. അന്വേഷണത്തിനിടെ പുറത്തു വന്ന വിവരങ്ങളാണ് പോലീസിനെ പോലും അമ്പരിപ്പിച്ചത്. അതായത് ഈ 3 പേരും ഒരു പ്ലാൻ ചെയ്യുന്നു. കുറച്ചു കാലം അല്ലെങ്കിൽ കുറച്ച് ദിവസത്തേക്ക് വീട്ടിൽ നിന്ന് മാറി ഏതെങ്കിലും ഒരു കാട്ടിൽ ക്യാമ്പ് ചെയ്ത് താമസിക്കാം എന്നുള്ളത്. ഇതിനുള്ള പണം കണ്ടെത്താൻ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരാളുടെ ഏകദേശം 18,000 രൂപ വില വരുന്ന സ്മാർട്ട് ഫോൺ താമരശ്ശേരിയിലെ ഒരു കടയിൽ 10,000 രൂപയ്ക്ക് വിറ്റ ശേഷമാണ് ഇവർ യാത്ര തുടങ്ങിയത്. പോലീസ് സൈബർ സെൽ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുമെന്ന തിരിച്ചറിവിൽ ബാക്കി 2 ഫോണുകളും ഇവർ സ്വിച്ച് ഓഫ് ചെയ്തു. ദിവസങ്ങളോളം വനത്തിൽ ടെന്റ് കെട്ടി ക്യാമ്പ് ചെയ്ത് കഴിയാനായിരുന്നു പദ്ധതി ഇട്ടിരുന്നത്. അതിനായി ഇവർ ടാർപ്പായ, അരി, ബ്രെഡ്, പാത്രങ്ങൾ, കത്തി തുടങ്ങിയ ആവശ്യ സാധനങ്ങളെല്ലാം കരുതിയാണ് യാത്ര തിരിച്ചത്. അതായത് വെറുതെ ഒരു ആവേശത്തിന് പുറപ്പെട്ടതല്ല, കൃത്യമായിട്ടൊരു പ്ലാൻ തയ്യാറാക്കി. പണം, ഇത്രയും സാധനങ്ങൾ വാങ്ങാനുള്ള പണം വീട്ടിൽ നിന്ന് എടുത്തു കഴിഞ്ഞാൽ അത് അവർക്ക് മനസ്സിലാകുമെന്ന് കരുതി ഒരു മൊബൈൽ ഫോൺ വിൽക്കുന്നു. അവിടെ നിന്ന് നേരെ ഒരു കടയിലേക്ക് പോയി ആവശ്യത്തിനുള്ള സാധനങ്ങൾ, ടെന്റ് കെട്ടി താമസിക്കാനുള്ള ഈ പറഞ്ഞതുപോലെ ടാർപോളിൻ, ഭക്ഷണ സാധനങ്ങൾ, അരി, ബ്രെഡ്, പാത്രങ്ങൾ, കത്തി തുടങ്ങിയ എല്ലാ സാധനങ്ങളും വാങ്ങി മുഴുവൻ സജ്ജീകരണവുമായിട്ടാണ് ഇവർ കാടിനുള്ളിലേക്ക് കയറിയത്. ഒരു റബ്ബർ ടാപ്പിംഗ് തൊഴിലാളിയുടെ ജാഗ്രതയാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. അതായത് സ്കൂളിന് സമീപം അസ്വാഭാവിക സാഹചര്യത്തിൽ 3 കുട്ടികളെയും കണ്ട അദ്ദേഹം മൊബൈൽ ഫോണിൽ ചിത്രം പകർത്തി. പിന്നീട് ആ സ്കൂൾ അധികൃതർക്ക് കൈമാറി. കൃത്യമായിട്ടുള്ള അയാളുടെ ഇടപെടലാണ് ഇവിടെ വഴിത്തിരിവായത്. ഇതോടെ 3 പേരും ഒരുമിച്ചാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. പക്ഷേ എന്താണ് ഇവരുടെ പദ്ധതി എന്നുള്ളതാണ് അറിയാനുണ്ടായിരുന്നത്. തുടർന്ന് സമീപത്തുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച അന്വേഷണ സംഘം ഇവർ ഇരുചക്ര വാഹനങ്ങളിൽ ലക്കിടി ചുരം വഴി വയനാട്ടിലേക്ക് പോയതായി കണ്ടെത്തി. പിന്നീട് നടത്തിയ വ്യാപക തിരച്ചിലാണ് വയനാട് വടുവഞ്ചാൽ ചിത്രഗിരി വനമേഖലയിലെ കുന്നിൻ മുകളിൽ ടെന്റ് കെട്ടി താമസിക്കുകയായിരുന്ന വിദ്യാർത്ഥികളെ കുറിച്ച് വിവരം ലഭിച്ചത്. പോലീസും നാട്ടുകാരും രക്ഷിതാക്കളും ചേർന്ന് വനത്തിൽ നടത്തിയ തെരച്ചിലിൽ വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെയാണ് ആദ്യം ചിത്രഗിരി സ്കൂളിന് സമീപത്തു നിന്നും ആദ്യം +1 വിദ്യാർത്ഥിയെ കണ്ടെത്തി. ഇതിനിടെ പോലീസ് എത്തിയെന്നറിഞ്ഞ മറ്റ് 2 പേർ സ്കൂട്ടറിൽ അതിവേഗം രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇവരെ സ്വന്തം വാഹനങ്ങളിൽ തന്നെ സിനിമാ സ്റ്റൈലിൽ പിന്തുടർന്ന് നാട്ടുകാർ പാടിവയലിന് സമീപത്ത് വെച്ച് ഇരുവരെയും തടഞ്ഞു നിർത്തി പിടികൂടി. തുടർന്ന് മേപ്പാടി പോലീസിന് കൈമാറുകയായിരുന്നു. 3 വിദ്യാർത്ഥികളെയും മേപ്പാടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ച് നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം രക്ഷിതാക്കൾക്കൊപ്പം വിട്ടയച്ചിട്ടുണ്ട്. കുട്ടികൾ എന്തിനാണ് നാട് വിട്ടത്,
വനത്തിലേക്ക് പോയത്? ഈ യാത്രയ്ക്ക് പിന്നിൽ മറ്റാരുടെയെങ്കിലും പ്രേരണയോ സഹായമോ ഉണ്ടായിരുന്നോ എന്നത് ഉൾപ്പെടെ പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. ഏതായാലും ഒരു ദിവസത്തിലധികമാണ് എല്ലാവരെയും ആകെ ആശങ്കയുടെ ഒരു മുൾമുനയിൽ നിർത്തിയ മണിക്കൂറുകളായിരുന്നു. നാട്ടുകാരും ബന്ധുക്കളും പോലീസും എല്ലാവരും ചേർന്ന് കിട്ടിയ വിവരത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരുമിച്ച് അന്വേഷിച്ചിറങ്ങിയപ്പോഴാണ് 3 പേരെയും കണ്ടെത്തിയത്. ഒരുപക്ഷെ കൃത്യമായിട്ട് CCTV ദൃശ്യങ്ങളിലൊക്കെ പതിഞ്ഞതുകൊണ്ടാണ് ഒരു വനത്തിനുള്ളിൽ ക്യാമ്പ് ചെയ്ത് താമസിച്ചു വരികയാണെന്ന് ഇവർക്ക് കൃത്യമായി സൂചന ലഭിച്ചത്. 3 പേരും സുരക്ഷിതരാണ്, ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും തന്നെയില്ല എന്നുള്ളത് കൂടി ഒരു സമാധാനം തരുന്നതാണ്. പക്ഷേ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഇത്തരത്തിൽ കുട്ടികൾ ഇത് എവിടെ വെച്ച് പ്ലാൻ ചെയ്തു? ഇവർക്കൊക്കെ തന്നെ മൊബൈൽ ഫോൺ സ്വന്തമായുണ്ടെങ്കിൽ മൊബൈൽ ഫോൺ വഴിയാണോ ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇവർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഇതിലൊരു കുട്ടിയുടെ 18,000 രൂപയുടെ മൊബൈൽ ഫോൺ വിറ്റു എന്ന് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഈ കുട്ടിക്ക് മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുത്തിട്ടുള്ള രക്ഷിതാക്കൾ ആ ഫോണിൽ ഇവരെന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ശ്രദ്ധിക്കാതിരുന്നതും ഒരു തെറ്റ് തന്നെയാണ്. ഇന്നത്തെ കാലത്തെ കുട്ടികൾ അവർക്ക് പല ആവേശങ്ങളും ഉണ്ടാകാം, പലതരത്തിലുള്ള യാത്രാ പ്ലാനുകളൊക്കെ തന്നെ ഉണ്ടാകാം. പക്ഷേ അതൊന്നും ഏത് പ്രായത്തിൽ അത്തരത്തിൽ യാത്ര ചെയ്യണം, എവിടെ പോകണം, അല്ലെങ്കിൽ എത്രത്തോളം സുരക്ഷിതരായിട്ട് വേണം പോകാൻ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള യാതൊരു ധാരണയില്ലാത്ത കുട്ടികളും ഉണ്ടാകാം. തീർച്ചയായിട്ടും എപ്പോഴും രക്ഷിതാക്കളുടെയൊക്കെ തന്നെ എത്ര കണ്ണ് അവരുടെ മേൽ എപ്പോഴും ഉണ്ടെങ്കിൽ കൂടി എപ്പോഴാണ് കുട്ടികൾ ഇത്തരത്തിൽ മാറി ചിന്തിക്കുക എന്നുള്ളത് ഒരുപക്ഷെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കാതെ വരും. ഏതായാലും ഇവിടെ ഈ കുട്ടികൾ 3 പേരും സുരക്ഷിതരാണ് എന്നുള്ളതാണ് ഒരു ആശ്വാസ വാർത്ത.